നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ആൻസൺ മാത്യൂസ്. ഇന്ന് നമുക്കിവിടെ ചെയ്യാനായിട്ടുള്ളത് ഒരു ടൈപ്പ് 2 ടൊയോട്ട ഇന്നോവ ഹെഡ്ലൈറ്റിൽ ഒരു പ്രൊജക്ടർ അപ്ഗ്രേഡ് ആണ്. അപ്പോൾ ഇത് വാഹനം വന്നിരിക്കുന്നത് പൂനെയിൽ നിന്നാണ്, അധികം ദൂരെ നിന്ന് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് അദ്ദേഹം ഡ്രൈവ് ചെയ്ത് ഇവിടം വരെ വന്നിരിക്കുന്നത് നമ്മുടെ ഒരു പ്രൊജക്ടറിൻ്റെ ഔട്ട്പുട്ട് കണ്ടിട്ട് തന്നെയാണ്. അപ്പോൾ അതൊന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ ടൈപ്പ് 2 ഇന്നോവയിൽ ഹാലജൻ ബൾബാണ് വരുന്നത്. അതിനെ നമുക്ക് കൺവേർട്ട് ചെയ്തിട്ട് നമ്മുടെ Headlight G5 പ്രൊജക്ടർ ആഡ് ചെയ്യണം. അപ്പോൾ ആ വീഡിയോയിലേക്കാണ് നമുക്ക് പോകാനുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്തത്, എന്താണ് അതിൻ്റെ അകത്ത് വരുന്ന ചേഞ്ചസ്, അതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെ വന്നു, എല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കാം. അപ്പോൾ നമുക്കിന്ന് ചെയ്യാനായിട്ടുള്ളത് ഈ ഒരു ടൈപ്പ് 2 ഇന്നോവയുടെ ഹെഡ്ലൈറ്റിലുള്ള ഒരു അപ്ഗ്രേഡാണ്. ഈ വാഹനം വന്നിരിക്കുന്നത് പൂനെയിൽ നിന്നാണ്, കുറച്ച് ദൂരെ നിന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ഭംഗിയായിട്ട് നമുക്ക് അതിൻ്റെ അകത്ത് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ ഈ ഹെഡ്ലൈറ്റാണ് നമുക്കിന്ന് ചെയ്യാനായിട്ട് ഉള്ളത്. കുറച്ച് ഫെയ്ഡാണ്, വീഡിയോയിൽ കാണുമ്പോൾ അത്ര രീതിയിലൊരു ഫെയ്ഡ് കാര്യമായിട്ട് തോന്നുന്നില്ലെങ്കിൽ പോലും ചെറിയ രീതിയിലുള്ളൊരു ഫെയ്ഡിങ് ആ ഹെഡ്ലൈറ്റിനുണ്ട്. അപ്പോൾ അത് നമുക്ക് ക്ലിയർ ചെയ്യാനുണ്ട് ഫസ്റ്റ്. അപ്പോൾ ഈ ഹെഡ്ലൈറ്റിൽ നിലവിൽ ഉള്ള ഹാലജൻ ബൾബ് 6085 ഹാലജൻ ബൾബാണ് ഇപ്പോൾ കത്തുന്നത്. ഈ രീതിയിലുള്ളൊരു ഔട്ട്പുട്ടാണ് നമുക്ക് അതിൻ്റെ അകത്ത് കിട്ടുന്നത്. അതായത് ഒരു ചെറിയ മഞ്ഞ ഷെയ്ഡിലുള്ള ലൈറ്റ്, നമുക്കെല്ലാവർക്കും അറിയാം ഒരു ഹാലജൻ ബൾബിൻ്റെ കളറ്. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് നമ്മുടെ സ്ഥിരം ടെസ്റ്റ് ചെയ്യുന്ന വാളിൽ കാണുക എന്നുള്ളതൊന്ന് നോക്കാം. ഈ ഒരു രീതിയിലുള്ള ലോ ബീമാണ് ഇതിൻ്റെ അകത്ത് കിട്ടുന്നത്. സൈഡിൽ നിന്നുള്ള വെളിച്ചം കുറച്ച് ഇൻ്റർഫിയർ ചെയ്യുന്നുണ്ട് എങ്കിൽ കൂടി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതിൻ്റെ ഒരു പാറ്റേൺ, ലൈറ്റിൻ്റെ പാറ്റേൺ. അപ്പോൾ ഈ രീതിയിലാണ് ഇതിൻ്റെ ഹൈ ബീം കിട്ടുന്നത്. ഹൈ ബീമും ലോ ബീമും ഈ ഒരു പാറ്റേണിലാണ് നമുക്ക് കിട്ടുന്നത്. ഇനി അതിനെ നമുക്കൊന്ന് മെഷർ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ലോ ബീമിൽ കിട്ടുന്നത് ഒരു 1100 ലക്സസ് ആണ്. ലോ ബീമിൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട്, നമ്മുടെ ലക്സ് മീറ്ററിൽ കിട്ടുന്ന ഔട്ട്പുട്ട് ഇതാണ്. അറൗണ്ട് ഒരു 12 അടി അകലത്തിലിട്ടിട്ടാണ് നമ്മൾ ഈ മെഷർമെൻറ്റ് എടുക്കുന്നത്. അത് ആഫ്റ്റർ എടുക്കുമ്പോഴും അതേ സ്റ്റാൻഡേർഡ് മെഷർമെൻറ്റ് തന്നെയാണ് എടുക്കുന്നത്. ഇപ്പോൾ ഹൈ ബീമിൽ നമുക്ക് കിട്ടുന്നത് ഒരു 1600 ലക്സസുമാണ് ഹൈ ബീമിൽ കിട്ടുന്ന ഔട്ട്പുട്ട്. അപ്പോൾ ഇതിൽ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ പാരാമീറ്റർ രണ്ടിലും സെയിം ആയിരിക്കും. ഇപ്പോൾ നമ്മളുടെ വർക്കെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മളുടെ പ്രൊജക്ടർ ഇൻസ്റ്റാൾ ചെയ്തു. അപ്പോൾ കസ്റ്റമറുടെ ഒരു ചെറിയ താല്പര്യപ്രകാരം നമ്മളൊരു DRL അല്ലെങ്കിൽ ഒരു ഏഞ്ചൽ ലൈസ് അതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. ഇഗ്നിഷൻ ഓൺ ആവുന്ന സമയത്ത് കത്തുന്ന രീതിയിലായിട്ടൊരു ഏഞ്ചൽ ലൈസ്, ഈ ഒരു കാണുന്നതാണ് നമ്മുടെ ഒരു ഏഞ്ചൽ ലൈസ്. അതായത് പ്രൊജക്ടറിൻ്റെ പുറത്ത് വരുന്ന ഷ്രൗഡ്, ആ ഷ്രൗഡിൻ്റെ ചുറ്റിലുമാണ് ഈ പറയുന്ന ഏഞ്ചൽ ലൈസ് വരുന്നത്. അത് നമ്മുടെ ഇഗ്നീഷൻ കൺട്രോളിലേക്ക് കൊടുത്തു കഴിയുമ്പോൾ വാഹനം സ്റ്റാർട്ടായി കഴിയുമ്പോൾ തന്നെ ഈ ഏഞ്ചൽ ലൈസ് കത്തി നിൽക്കും. ഇതിൻ്റെ ഒരു പർപ്പസ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ തികച്ചും ഒരു ഫാൻസി ഐറ്റം മാത്രമാണ്. നമ്മുടെ വാഹനത്തിൻ്റെ ഒരു യുണീക്ക് ലുക്ക് ലഭിക്കുക എന്നുള്ളതാണ് ഈ ഒരു ഏഞ്ചൽ ലൈസ് അല്ലെങ്കിൽ ഒരു DRL കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ പകൽ വാഹനങ്ങൾ ഓടുന്ന സമയത്ത് ഇത് വണ്ടിക്ക് ഒരു അട്രാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ശരിക്കും ഡേ ടൈം റണ്ണിങ് ലൈറ്റ് എന്നാണ് DRL പറയുന്നത്, ഡേ ടൈം റണ്ണിങ് ലൈറ്റ്. അതിൽ ആ റിങ് വരുന്നതുകൊണ്ടാണ് അതിനെ ഏഞ്ചൽ ലൈസ് എന്ന് പറയുന്നത്. BMWയിലാണ് ഏഞ്ചൽ ലൈസ് വരുന്നത്. എല്ലാം പർപ്പസ്ഫുള്ളി ഒരു DRL തന്നെയാണ്, ഡേ ടൈം റണ്ണിങ് ലൈറ്റ്. വാഹനം പകൽ ഓടുന്ന വാഹനത്തിന് റോഡിൽ ഒരു അട്രാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഏഞ്ചൽ ലൈസ് ഉപയോഗിക്കുന്നത്. ഓരോ വാഹനങ്ങളും ഓരോ രീതിയിൽ അതിൻ്റെ ഷേപ്പും സ്ട്രക്ചറും ഒക്കെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നു അവരുടെ ഒരു ഐഡൻറ്റിറ്റിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇതിന് നമ്മളൊരു ഇമിറ്റേഷനായിട്ട് നമ്മുടെ ചെറിയ വാഹനങ്ങളിലൊക്കെ ഒരു അട്രാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള ഏഞ്ചൽ ലൈസ് ഒക്കെ ഉപയോഗിക്കാറുണ്ട്. ഇനി നമ്മളുടെ മെയിൻ സംഭവമാണ് അറിയേണ്ടത്, അതായത് ഈ അപ്ഗ്രേഡിന് ശേഷം നമുക്ക് എന്ത് ഔട്ട്പുട്ട് കിട്ടിയെന്നുള്ളത്. അപ്പോൾ ഇതാണ് നമ്മളുടെ ലോ ബീമിൻ്റെ ഇപ്പോഴത്തെ പാറ്റേൺ. ആദ്യം കണ്ടത് ഒരു ഓർമ്മയിൽ കാണാം. ആദ്യം ഹാലജൻ ബൾബിൽ നിന്ന് കിട്ടിയിരുന്ന ഒരു പാറ്റേൺ ഉണ്ട്. ഇപ്പോൾ നമ്മുടെ പ്രൊജക്ടറിൽ കിട്ടുന്ന ഒരു പാറ്റേൺ, കട്ട് ഓഫ് പാറ്റേൺ എന്ന് പറയുന്നത് ഈ രീതിയിലാണ്. ഇതിൻ്റെ ഹൈ ബീമാണ് ഇപ്പോൾ കാണുന്നത്. അതായത് 2 ബെൻസിൻ്റെ ലോഗോ പോലെ ഞാൻ പലതിലും പറയാറുണ്ട്. 2 ബെൻസിൻ്റെ ലോഗോ ചേർത്ത് വെച്ച മാതിരിയുള്ള ഒരു ഡിസൈനാണ് നമ്മളുടെ പ്രൊജക്ടർ ഹൈ ബീമിൽ നമുക്ക് തരുന്നത്. അപ്പോൾ എന്തായാലും ലോ ബീമിൻ്റെ കട്ട് ഓഫ് പാറ്റേൺ വളരെ ഷാർപ്പാണ്. ഒരു സ്കെയിൽ വെച്ച് വരച്ച പോലുള്ള ഒരു ഔട്ട്പുട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് അതിനൊന്ന് മെഷർ ചെയ്ത് നോക്കാം. ആദ്യത്തെ സെയിം പാരാമീറ്ററിൽ തന്നെ നമ്മൾ മെഷർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു 3000 ലക്സസ് ആണ്. നമ്മുടെ ലോ ബീമിൽ ഇപ്പോൾ കിട്ടുന്ന ഒരു ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒരു 3000 ലക്സസ് ആണ്. അപ്പോൾ ആദ്യമേ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഒരു 1100 ലക്സസ് ആയിരുന്നെങ്കിൽ ഇപ്പോൾ കിട്ടുന്നത് ഒരു 3000 ലക്സസ് ആണ്. അപ്പോൾ ഹൈ ബീമിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു 3500 ലക്സസ് ആണ്. ഒട്ടും കുറയാതെ 3500 ലക്സസ്. ആദ്യം നമുക്ക് കിട്ടിയിരുന്നത് ഒരു 1600 ലക്സസ് ആയിരുന്നെങ്കിൽ ഇപ്പോൾ കിട്ടുന്നത് 3500 ലക്സസ് ആണ്. ഇത് അറൗണ്ട് 3600ലേക്ക് തന്നെ എത്തുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിലൊരു ചേഞ്ചാണ് നമുക്ക് ഹൈ ബീമിലും ലോ ബീമിലും കിട്ടിയിരിക്കുന്നത്. അതായത് വാഹനം വളരെ കംഫർട്ടബിളായിട്ട് രാത്രി ഓടിക്കാനുള്ള വെളിച്ചം നമുക്ക് കിട്ടും. കാരണം ഈ ഒരു ചേഞ്ച്, ഇത്രയും ഒരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ച് നമുക്കിവിടെ ഈ ഒരു മെഷർമെൻറ്റിൽ കിട്ടുന്നുണ്ടെങ്കിൽ റോഡിൽ നല്ല രീതിയിലുള്ളൊരു പെർഫോമൻസ് ചേഞ്ച് ഡെഫിനറ്റായിട്ടും നമുക്ക് ഉണ്ടാവും. അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പും അത് തന്നെയാണ്, നമുക്ക് രാത്രി വാഹനം ഓടിച്ചു നോക്കുക. അപ്പോൾ നമുക്കൊരു നൈറ്റ് ഡ്രൈവ് തന്നെ നടത്താം. ഇത് സാധാരണ നമ്മൾ ചെയ്യാറുള്ള സ്ഥിരം റൂട്ടിലേക്ക് നമുക്ക് പോകാം.
അപ്പോൾ ഇതാണ് നമുക്ക് ഇപ്പോൾ കിട്ടുന്ന ഒരു ഔട്ട്പുട്ട്. നമ്മുടെ റോഡിലിറങ്ങി കഴിയുമ്പോൾ കിട്ടുന്ന റോഡ് പെർഫോമൻസ് ആണ് ഇപ്പോൾ കാണുന്നത്. പലർക്കും ഉള്ളിലുള്ള മീറ്റർ റീഡിംഗ് ഒന്നും കണ്ടാലൊന്നും കാര്യം മനസ്സിലാവില്ല, റോഡിൽ തന്നെ ഓടിച്ച് ബോധ്യപ്പെടണം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു ഇതാണ് നമ്മുടെ റോഡിൽ എന്താണ് ഈ ലൈറ്റിന് കിട്ടുന്ന ഒരു ഔട്ട്പുട്ട് എന്നുള്ളത്. ഇപ്പോൾ നമുക്ക് കാണാം ആ ലോ ബീമിൻ്റെ കട്ട് ഓഫ് ഉള്ള ഏരിയയിൽ തന്നെ വളരെ വ്യക്തമായിട്ട് റോഡ് നമുക്ക് കാണാം. രണ്ട് സൈഡിലേക്കും നല്ല രീതിയിലുള്ള കവറേജ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇത് നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ആളുകൾക്ക് ഇതൊരു കുറച്ച് ബോറിംഗ് ആയിരിക്കും. കാരണം സെയിം റൂട്ട്, സെയിം എൻ്റെ ഡയലോഗുകളാണെങ്കിലും എല്ലാം സെയിം ആയിരിക്കും. ഇത് തന്നെയാണ് ഞാൻ എല്ലാ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എങ്കിൽ പോലും പുതിയതായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്, റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു പോകുന്നത്. ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ബൾബിൻ്റെ കളർ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഒരു 4300 കെൽവിനാണ്. അതായത് മഴയത്തും കുറച്ച് ചെറിയ മഞ്ഞിലൊക്കെ നമുക്ക് അത്യാവശ്യം വിസിബിലിറ്റി കിട്ടാനായിട്ടാണ് നമ്മളൊരു 4300 കെൽവിൻ കളർ ടെമ്പറേച്ചറുള്ള ബൾബുകൾ ഉപയോഗിക്കുന്നത്. HID ബൾബുകളാണ് ഉപയോഗിക്കുന്നത്. 55 വാട്ട് HID ബൾബാണ് നമ്മൾ ഈ വാഹനത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് 2 കളർ ടെമ്പറേച്ചർ ഓപ്ഷൻ ഉണ്ട്. 5500 ഉണ്ട്, അതുപോലെ തന്നെ 4300. നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് 4300 കെൽവിനാണ് കളർ ടെമ്പറേച്ചർ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ടെസ്റ്റ് ഡ്രൈവിന് വേറൊരു ഉദ്ദേശം കൂടിയുണ്ട്. നമ്മളിതിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ ഹൈറ്റ് വെച്ചിട്ടാണ് നമ്മുടെ ഗ്യാരേജിൻ്റെ അകത്ത് വെച്ചിട്ട് ഇതിൻ്റെ ലെവലെല്ലാം സെറ്റ് ചെയ്യുന്നത്. എത്ര ഗ്രൗണ്ട് ലെവലിൽ നിന്ന് എത്ര ഹൈറ്റിൽ പൊങ്ങിയിട്ടാണ് നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ പൊസിഷൻ ഇരിക്കുന്നത്, അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഹെഡ്ലൈറ്റിൻ്റെ ത്രോ അല്ലെങ്കിൽ ലെവൽ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് കറക്റ്റ് ആണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റോഡിൽ ഒന്നോടെ ഓടിച്ചു നോക്കി എന്തെങ്കിലും ഫൈനൽ കറക്ഷൻ ഉണ്ടെങ്കിൽ അതുങ്ങൾ ചെയ്തിട്ടാണ് സാധാരണ രീതിയിൽ വാഹനം വിടാറ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് ഇതിൻ്റെ അലൈൻമെൻറ്റെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മളുടെ സീറോയിൽ സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ എതിരെ വരുന്ന വാഹനങ്ങളുടെ അല്ലെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന വാഹനങ്ങളുടെ സൈഡ് വ്യൂ മിററിൻ്റെ താഴെ കൂടെയാണ് ലൈറ്റ് പാസ് ചെയ്യേണ്ടത്. കാരണം അവരുടെ മിററിൽ വെളിച്ചം അടിച്ചു കഴിഞ്ഞാൽ അത് അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഫോളോ ചെയ്യുന്ന വാഹനത്തിൻ്റെ ആണെങ്കിലും നമ്മളുടെ ലോ ബീമിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ സൈഡ് മിറേഴ്സിൽ നമ്മുടെ വെളിച്ചം ചെന്ന് കഴിഞ്ഞാൽ അത് ഒരു ഡ്രൈവറുടെ കണ്ണിലേക്കാണ് ഈ വെളിച്ചം ചെല്ലുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഡിസ്റ്റർബൻസ് ആയിരിക്കും. അപ്പോൾ ഒരു കാരണവശാലും അവിടെ വെളിച്ചം ചെല്ലാൻ പാടില്ല. അങ്ങനെയാണ് ഇവിടെ നമ്മുടെ നോർമൽ രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്ത് വയ്ക്കുന്നത്. ഇപ്പോൾ ഇവിടെ കാണാം നമ്മുടെ ഹൈ ബീമിലാണെങ്കിലുള്ള ആ ഒരു ഡിഫറൻസ്, നല്ല രീതിയിൽ റോഡ് എത്ര ക്ലിയർ ആയിട്ട് കാണാമെന്നുള്ളത് നമുക്ക് വീഡിയോയിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്. അത്ര നല്ല പവർഫുള്ളായിട്ടുള്ള ലൈറ്റ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും ലോ ബീമിൽ ഡ്രൈവ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ ഹൈ ബീം വളരെ അത്യാവശ്യമുള്ള സാഹചര്യങ്ങളിൽ മാത്രം ഹൈ ബീം ഉപയോഗിക്കുക. എല്ലാ വീഡിയോയിലും പറയുന്നതാണ്, എപ്പോഴും ലോ ബീമിൽ ഡ്രൈവ് ചെയ്യണം. നമ്മളൊരു എതിരെ വാഹനങ്ങളില്ലാത്തപ്പോഴും ഒരു വാഹനത്തെ ഫോളോ ചെയ്യാത്ത സമയത്തും മാത്രമേ ഹൈ ബീം നമുക്ക് ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ആ ഒരു സിസ്റ്റം ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ല രീതിയിൽ നമുക്ക് എല്ലാവർക്കും കംഫർട്ടബിളായിട്ട് ഓടിച്ചു പോകാം. വെറുതെ അനാവശ്യമായിട്ട് ഹൈ ബീം ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ഇപ്പോൾ നമ്മുടെ ഹൈ ബീം കാണിക്കാൻ വേണ്ടിയിട്ടാണ് പല സമയത്തും ഹൈ ബീം ഇടുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ റോഡുകളിൽ കൂടെ ശരിക്കും ഹൈ ബീമിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മുടെ ലോ ബീമിൽ തന്നെ വളരെ വൃത്തിയായിട്ട് നീറ്റായിട്ട് നമുക്ക് റോഡ് കാണാനും വാഹനം ഓടിക്കാനും പറ്റുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഇതിൻ്റെ വാഹനത്തിൻ്റെ പെർഫോമൻസ് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓടിക്കുന്നത്. അപ്പോൾ എങ്കിൽ കൂടി നമ്മൾ സാഹചര്യം കിട്ടുമ്പോൾ മാത്രമേ ഹൈ ബീം ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ ഏതൊരു വാഹനത്തിലാണെന്നുണ്ടെങ്കിലും നമ്മൾ ഇതിൻ്റെ സീറോയിൽ സെറ്റ് ചെയ്തിട്ടാണ് നോർമൽ രീതിയിൽ വാഹനം ഓടിക്കേണ്ടത്. ഒരു ഡ്രൈവറും അല്ലെങ്കിൽ ഒരു കോ ഡ്രൈവറും മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് സീറോയിലിടാം. അതല്ല നമ്മുടെ ബാക്കിൽ ഫുൾ ലോഡും അതുപോലെ തന്നെ ആളുകളും ഫുള്ളായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വാഹനത്തിൻ്റെ പുറകുവശം താഴുകയും അത് തന്നെ ഫ്രണ്ട് വശം ഉയരാനും ഇടയാകും. അപ്പോൾ ഫ്രണ്ട് പൊങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ ലെവൽ മേലോട്ട് പോകും. അപ്പോൾ നമ്മൾ ലോ ബീമിൽ ഓടിക്കുമ്പോൾ തന്നെ ഈ ലെവൽ കുറച്ച് മേലെയാവും. അതായത് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ മേലോട്ട് പോകും. അപ്പോൾ ചെയ്യാനുള്ളതാണ് നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ, അതായത് സ്റ്റിയറിങ്ങിൻ്റെ റൈറ്റ് സൈഡിൽ ഹെഡ്ലൈറ്റിൻ്റെ ഒരു അഡ്ജസ്റ്റർ ഉണ്ട് 0, 1, 2, 3 എന്നുള്ളത്. അപ്പോൾ അതിനെ ഒന്ന് 1ലേക്കോ അല്ലെങ്കിൽ 2ലേക്കോ ഫ്രണ്ടിൽ നോക്കിയിട്ട് വാഹനങ്ങളുടെ ലെവൽ നോക്കിയിട്ട് നമുക്കത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ എതിരെ വരുന്നവർക്ക് വളരെ കംഫർട്ടബിളായിട്ട് നമുക്ക് വാഹനം എതിരെ വരുന്നവർക്കും ഭംഗിയായിട്ട് നമുക്ക് ഓടിക്കാനായിട്ട് സാധിക്കും. ഒരു തരത്തിലുള്ള ഡിസ്റ്റർബൻസ് ഉണ്ടാവില്ല. അപ്പോൾ ഇത് നമ്മൾ കെയർഫുള്ളായിട്ട് ഇരിക്കണം. തീർച്ചയായിട്ടും ഒരു നൈറ്റ് ഡ്രൈവ് അല്ലെങ്കിൽ രാത്രിയിൽ വാഹനം ഓടിക്കുന്ന ആളുകൾ ഇത്രയും കാര്യങ്ങൾ അവെയർ ആയിരിക്കണം. അത് കൃത്യമായിട്ടും ഫോളോ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ വിശേഷങ്ങൾ ഏകദേശം ഇവിടെ പൂർണ്ണമാവുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി തരുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വാഹനവും അതിൻ്റെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് ഉടനെ കാണാം, വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.